നമസ്കാരം. നമസ്കാരം. വളരെ നമ്മുടെ നാട്ടുകാരനാണ്. പയ്യന്നൂര് കോളേജിൽ പഠിച്ചതാണ്. തളിപ്പറമ്പിനടുത്താണ് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്. അപ്പോ ഒരുപാട് കാലം ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തു, PhD. ആൻഡ് അതിനുശേഷം ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഒരുപാട് 19 years he was in space department. അപ്പോ അതിനുശേഷം ക്യാബിനറ്റ് സെക്രട്ടറി PM ഓഫീസിൽ ഉണ്ടായിരുന്നു. അപ്പോ അതിനുശേഷം ഇത് ആക്റ്റീവ്ലി ഹൈദരാബാദിൽ അദ്ദേഹത്തിന്റെ ഒരു ശിക്ഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ അതില് ആക്റ്റീവ്ലി ഇൻവോൾവ്. ഇപ്പൊ ഒരുപാട് കോഴ്സസ് ഇങ്ങനെ ഇതായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബൗദ്ധിക് സെഷൻ ഡെയിലി അദ്ദേഹത്തിന്റെ ഒരുപാട് ആൾക്കാരെ ഉദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇത് പ്രയത്നം. യോഗയിലും മെഡിറ്റേഷനിലും ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന് സ്വാഗതം. എല്ലാവരുടെ പേരിൽ, സമിതിയുടെ പേരിൽ ഹരിയോം. നമസ്കാരം. SPYSS കൊച്ചിൻ. ഞാൻ ഒരു 10 മിനിറ്റായി ചേർന്നിട്ട് വെങ്കടേശ്വരൻ ജിയുടെ ക്ലാസ് കണ്ടു. വിജയൻജിക്ക് നമസ്കാരം. അബദ്ധവശാൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പഴയ അലുമിനി ആയതുകൊണ്ട് അവിടെ ടീച്ചേഴ്സിൻ്റെ 3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുമ്പോൾ പരിചയപ്പെട്ടതാണ് വിജയൻജിയെ. അപ്പോഴാണ് പയ്യന്നൂരാണ്, എൻ്റെ നാട്ടുകാരനാണെന്നൊക്കെ അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ എല്ലാ സൺഡേയിലുള്ള ഭഗവത്ഗീത ഏകദേശം ആ സമയത്ത് തന്നെയാണ് തുടങ്ങുന്നത്. അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ NGO റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യോഗ ഡേ സംബന്ധിച്ച് ഒരു ദിവസമല്ല, ഒരു മാസത്തെ വെബിനാറുകളിൽ ദിലീപ് ജി എന്ന, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, കേരളത്തിലെ ആധ്യാത്മിക രംഗത്ത് വളരെ പ്രസിദ്ധനായ നിത്യചൈതന്യ യതി, അദ്ദേഹത്തിൻ്റെ ഒരു ഏകലവ്യ ശിഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത റിലേറ്റീവ് ആണ് ദിലീപ് ജി. ഇന്ന് യോഗ ഡേ ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ്. പലർക്കും അറിയില്ല, കാരണം അത്ര ഇന്ത്യയിൽ ഫേമസ് അല്ല. ഭുവ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മൈസൂർ പാലസിലെ വിവേകാനന്ദ സ്വാമികളൊക്കെ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് വർക്ക് ചെയ്ത ഡോക്ടർ പൽപ്പു ഒക്കെ, അല്ലെങ്കിൽ സത്യസായി ബാബ ചെറിയ 18-20 വയസ്സ് പ്രായത്തിലൊക്കെ സത്സംഗുകളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സമയത്തൊരു പ്രായം ചെന്ന ഒരു വ്യക്തിയായിരുന്നു ഭുവ. അദ്ദേഹം അമേരിക്കയിലാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ ചെലവഴിച്ച്. അദ്ദേഹം എൻ്റെ ഗുരുവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ ഭുവയുടെ ഒരു ആശ്രിതനായിരുന്നു ദിലീപ് ജി. ഭുവ സ്വാമിയുടെ തൊട്ടടുത്ത വ്യക്തിയായിരുന്നു സ്വാമി രാമ. മെഡിറ്റേഷൻ എന്ന വാക്ക് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും അത് ഉപയോഗിക്കേണ്ടി വരും. കാരണം ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് മെഡിറ്റേഷൻ എന്ന്. ആ മെഡിറ്റേഷനിൽ അങ്ങനെ പറയണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് പറയുന്ന സമാധിയിൽ എന്ന് പറയാം. സത്യം പറഞ്ഞാൽ സമാധിയിൽ അഗ്രഗണ്യനായ ഭാരതത്തിലെ ഒരേ ഒരു വ്യക്തി, അദ്ദേഹം വേറൊന്നും പഠിപ്പിക്കാറില്ല, ഒരു സംഭവമേ പഠിപ്പിക്കാറുള്ളൂ, സമാധി മാത്രം. അദ്ദേഹമാണ് സ്വാമി രാമ. സ്വാമി രാമ ശങ്കരാചാര്യ പദവി കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ശങ്കരാചാര്യ മഠത്തിന്റെ അധിപനാവുക എന്ന് പറഞ്ഞാൽ ഹിന്ദു
ട്രഡീഷനിൽ ഏറ്റവും മുകളിലിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ അവിടെ ഇരുന്നാൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ, മെഡിറ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് വിട്ടുപോയിട്ടുള്ള ഏക വ്യക്തി സ്വാമി രാമയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പുസ്തകം എന്നല്ല അദ്ദേഹം പറയാറ്, അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡാണ് അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറയാം. അത് ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്നാണ്. അദ്ദേഹത്തിന്റെ ട്രഡീഷൻ എന്ന് പറയുന്നത് ഹിമാലയൻ മെഡിറ്റേഷനാണ്. ആ ഹിമാലയൻ മെഡിറ്റേഷനിൽ സ്വാമി രാമയുടെ ശിഷ്യനായിരുന്നു സ്വാമി വേദഭാരതി. സ്വാമി വേദഭാരതിയുടെ ശിഷ്യനാണ് ഞാൻ. ഇപ്പൊ സ്വാമി രാമയുടെ അടുത്ത സുഹൃത്താണ് ബുവ. അപ്പൊ ഞങ്ങൾ അടുത്ത കാലത്ത് ഞാനും ദിലീപ് ജിയും പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെ കുറേ ബന്ധങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു മാസത്തെ പരിചയം കൊണ്ട് തന്നെ ദിലീപ് ജിക്ക് ഞാനും തമ്മിലുള്ള ഡിസ്കഷനിൽ ഞാൻ ന്യൂയോർക്ക് ആസ്ഥാനമായി യുണൈറ്റഡ് നേഷൻസ് NGO നടത്തുന്ന ഭഗവത്ഗീത ക്ലാസ് എൻ്റെ വക വേണം എന്ന് പറഞ്ഞിട്ട് 22 ദിവസത്തെ ക്ലാസ് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ എല്ലാ സൺഡേയും വൈകുന്നേരം 7 തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അതിൽ ഇയാൾ കുഴപ്പമില്ല, ഭഗവത്ഗീതയൊക്കെ കുറച്ചൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ടാവും വിജയൻജിക്ക് നിങ്ങളോട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എഴുതി മലയാളത്തിലാവണം. ഞാൻ ഇംഗ്ലീഷിലാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിനേക്കാളും എനിക്ക് സൗകര്യം ഇഷ്ടവും ഇംഗ്ലീഷ് ക്ലാസ് തന്നെയായിരിക്കും. കാരണം അതാണ് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട്. പക്ഷെ വാക്കുകളൊക്കെ നമുക്ക് പലപ്പോഴും ട്രാൻസ്ലേഷൻസ് വായിക്കുമ്പോൾ കിട്ടുന്ന ഇംഗ്ലീഷിനേക്കാളും താല്പര്യം നമ്മുടെ മാതൃഭാഷയായ മലയാളം പറയുക തന്നെയാണ്. ഞാൻ സാധാരണ പറയാം, മദർ ടങ്ങിനേക്കാളും അതർ ടങ് ആവില്ലല്ലോ ഒരിക്കലും. പക്ഷേ മലയാളത്തിൽ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, മലയാളം പറയുമ്പോൾ മലയാളം മാത്രം പറയാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഇല്ലാതെ മലയാളം ആർക്കും സംസാരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും ദരിദ്രം പിടിച്ചിട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം എന്ന് പറയാറുണ്ട്. കടെടുക്കാതെ ഒന്നും പറയാൻ പറ്റില്ല. ഇത്രയും സമയം തന്നെ ഞാൻ കഷ്ടിമുഷ്ടി വിഷമിച്ചിട്ടാണ് പറയണത്. കാരണം ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു പോയാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതുമാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വാക്കാണ് മെഡിറ്റേഷൻ. സംസ്കൃതത്തിലെ സമാധി മെഡിറ്റേഷൻ ആകുമ്പോഴത്തേക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആണത്. അമേരിക്കയിലൊക്കെ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഈ ദിവസം ഞാൻ അമേരിക്കയിലെ അമേരിക്കൻ ലോക്കൽ ആൾക്കാർക്ക് പാട്ട് പഠിപ്പിക്കുകയാണ്. 5 ഭാഷകൾ ഉള്ള പാട്ടുകൾ പഠിപ്പിച്ചു. പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടൊക്കെ. ഞാൻ ഇന്നലെയാണത് എൻ്റെ ഫേസ്ബുക്കിൽ പഴയ ഓർമ്മകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ 2 വർഷം മുമ്പുള്ളത് മാവേലി നാടുവാണിടും കാലവും ദേവി സ്തോത്രവും ഗണേശ സ്തോത്രവും പിന്നെ തമിഴിലെ ഒരു പാട്ട്, അത് കുറച്ച് ആൾക്കാരുടെയൊക്കെ സഹായം കൊണ്ട് കാശ്മീരിലെ ഒരു പാട്ട്, ഒരു ഗുജറാത്തി, ഒരു ബംഗാളി. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗവും. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ എത്നിക് എക്സ്പോ എന്ന് പറഞ്ഞൊരു പരിപാടി, വ്യത്യസ്തമായ ഇന്ത്യൻ ഭാഷകൾ അമേരിക്കക്കാർക്ക് പരിചയപ്പെടുത്തി. അത് നമ്മളല്ല പാടുക, അമേരിക്കൻ ആൾക്കാർ. അതിലൊരു പരിപാടി നടത്തിയ ഒരു ചർച്ചിലെ പ്രീസ്റ്റിന്റെ കൂടെ അന്നത്തെ ഒരു സൺഡേ എൻ്റെതായിരുന്നു. ഞാൻ താമസിച്ച സ്ഥലം ഇന്ത്യാന എന്നാണ്. ഇന്ത്യാന എന്ന് പറയുമ്പോൾ ഇന്ത്യ ന എന്ന് പറയാം. അപ്പോൾ ഇന്ത്യ ആൻഡ് ഇന്ത്യ ന ബ്രിഡ്ജ് എന്നായിരുന്നു ഞാനും പ്രീസ്റ്റും തമ്മിലുള്ളൊരു, അത് കാണണം നിങ്ങൾ, നല്ല രസകരമായ ഒരു പരിപാടി. അതിനിടയിൽ മ്യൂസിക്കും അതിനിടയിൽ ഡ്രാമയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാക്കി മാറ്റുകയാണ് ചെയ്തത് ഞാൻ. കാരണം എനിക്ക് അതാണ് ഇഷ്ടം. അത്തരം മിക്സ് ആയിട്ടുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ചെയ്യുക. ഇത് പറയാൻ കാരണം അവിടെ 2 വർഷം മുമ്പ് ഭഗവത്ഗീത പഠിപ്പിച്ചതാണ് എൻ്റെ ആകെ ഭഗവത്ഗീതയിലുള്ള ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ധൈര്യം തന്നത്. അത് ഞാൻ അമേരിക്കയിൽ പോകുമ്പോൾ ഭഗവത്ഗീത പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല പോയത്. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ പുസ്തകം ഞാൻ കൊണ്ടുപോയത്. ചിന്മയ സ്വാമിയുടെ ഭഗവത്ഗീതയാണ്. ഇതില്ലാതെയാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ എത്തുമ്പോൾ എനിക്ക് ഷെഡ്യൂൾ തന്ന് ഭഗവത്ഗീത പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. കാരണം പലരുടെയും ധാരണ ആധ്യാത്മികതയിലോ അല്ലെങ്കിൽ കുറച്ച് പ്രഭാഷണമൊക്കെ നടത്തിയ ഉടനെ ഭഗവത്ഗീത പറയാമെന്ന്.
അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് തന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എൻ്റെ ബുക്ക് കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇൻ്റർനെറ്റിൽ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തു കുറച്ച്. പക്ഷേ ഇതിൻ്റെ അകത്തിൻ്റെ ഒരു സുഖം എന്താ വെച്ചാൽ എനിക്ക് എല്ലാ ശ്ലോകങ്ങളും അന്യോന്യം ഞാൻ കണക്ട് ചെയ്തിട്ട് കുറേ ലിങ്കുകൾ വെച്ചിട്ടുണ്ട്. കാരണം 1000-700 പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും പഠിച്ചത് ഭഗവത്ഗീത ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, സ്വന്തം താല്പര്യം കൊണ്ടും റിസർച്ച് കൊണ്ടുമാണ്. ഇതിനകത്ത് ആദ്യത്തെ പേജുകളിൽ തന്നെ കുറേ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ എഴുതി വെച്ചത് അന്യോന്യമുള്ള റെഫറൻസും അതിലുള്ള ഫിസിക്സും അതിലുള്ള കെമിസ്ട്രിയും അതിലുള്ള ലൈഫ് സയൻസും അതിലുള്ള സൈക്കോളജിയൊക്കെയാണ്. എൻ്റെ ഒരു ഭാഗ്യം, ഞാൻ പലരുടെയും ക്ലാസ്സുകളോ പലരുടെയും പഠന ശിബിരങ്ങളോ ഭഗവത്ഗീതയുടെ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്. ചിലപ്പോൾ ആ സ്റ്റൈലാവും വിജയൻജിയെ ഇതിലേക്ക് എന്നെ ക്ഷണിക്കാൻ താല്പര്യം തോന്നിയത്. 2 പ്രാവശ്യം കണ്ട് ഇത് പോസ്റ്റ്പോൺ ചെയ്തു പ്രോഗ്രാംസ്. കുറച്ചും കൂടി നോക്കിയിട്ടാവാന്ന് വിചാരിച്ചിട്ടാവാൻ തോന്നി എനിക്ക്. എന്നാലും സന്തോഷം. ഞാൻ ഭഗവത്ഗീത, എൻ്റെ ഒരു പുസ്തകമുണ്ട്, ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്നൊരു പുസ്തകം. ഇത് ഓർക്കുട്ടിലെ കുട്ടികളുമായിട്ട് സംവദിക്കുന്ന ഒരു സ്റ്റൈലിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഇത് പബ്ലിഷ് ചെയ്തത് കോഴിക്കോട് നിന്ന് ഇൻഡോളജിക്കൽ ട്രസ്റ്റ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. പല കുട്ടികളും, ഞാൻ കുട്ടികളുമായിട്ട് സംവദിക്കുന്ന ഒരാളാണ്. ഏകദേശം ഒരു 10 ലക്ഷം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 ലക്ഷം ടീച്ചേഴ്സിനെയും പഠിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷണങ്ങളുമായിട്ട് പലപ്പോഴും വന്നിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഓഡിയൻസ് ഉണ്ടായത് കൊച്ചി തന്നെയാണ്. മാതാമൃതാനന്ദമയുടെ 49ാമത്തെ ബർത്ത്ഡേ 2023-ലോ 22-ലോ സെപ്റ്റംബർ, ഏകദേശം ഇതേ സമയത്താണ്, 29-ാം തീയതിയാണ് സെപ്റ്റംബർ എന്ന് തോന്നുന്നു. ആർഷജ്ഞാനോത്സവം എന്ന പ്രോഗ്രാമിലെ 25,000 ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ പ്രഭാഷണം എന്ന് പറയാൻ വേണമെങ്കിൽ. അന്ന് റിതം ഓഫ് ലൈഫ്, ജീവതാളം എന്നായിരുന്നു മലയാളത്തിൽ ഞാൻ ടോപ്പിക് കൊടുത്തത്. അധികാരം കേൾക്കാത്ത ചില ടോപ്പിക്കുകളൊക്കെയാണ് ചിലപ്പോൾ ഞാൻ പറയാം. ജീവതാളം നമ്മുടെ ജീവിതത്തിൽ ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ 5 ലെവലുകൾ ഉണ്ടെന്ന്. ആ ഫിസിക്കലായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് എല്ലാവർക്കും ഉണ്ട്. എല്ലാ ദിവസവും ഒരേപോലെ അല്ല നമ്മുടെ ഇഡ്ഡലി ഭക്ഷണം ഒന്നും കഴിക്കാം. പക്ഷെ ഒരു ദിവസം നല്ല ഉഷാറ് തോന്നും, പിറ്റേ ദിവസം ഉഷാറ് തോന്നില്ല. അപ്പൊ ശാരീരികമായിട്ട് നമുക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ഫിസിക്കലായിട്ട്, ശാരീരികമായിട്ട്. പിന്നെ ഇമോഷണൽ, മാനസികമായിട്ട് ചിലപ്പോൾ അടുപ്പം തോന്നും ചിലരോട്, ചില ദിവസം ദേഷ്യം തോന്നും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. കാരണം മനുഷ്യൻ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ഒരു വേവ് ആണ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു തിരമാല പോലെയാണ്. താഴ്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടാവും ചിന്തകളിൽ. അപ്പൊ ഫിസിക്കൽ, ഇമോഷണൽ, ശാരീരികവും മാനസികവും. പിന്നെ ബുദ്ധിപരമായിട്ടും വല്ലാതെ നമ്മൾ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ആ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില സംഭവങ്ങളൊക്കെ ഓർമ്മയിൽ വരും, ചില ദിവസം ഓർമ്മയിൽ വരില്ല. എന്തേ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ എന്ന് മാത്രം ഉത്തരം പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അതിന് കാരണങ്ങളൊന്നുമില്ല. പിന്നെ സോഷ്യൽ, ചിലർക്ക് തോന്നും ഇന്ന് കുറെ പേരെ പരിചയപ്പെടണം, സംസാരിക്കണം, ഇന്ന് ഇയാളെ വിളിക്കണം, അയാളെ കാണണം. ചില ദിവസം തോന്നും ഇതിലൊന്നും ഒരു അർത്ഥമൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ എല്ലാവർക്കും തോന്നും, ഇൻക്ലൂഡിങ് ഹൈ പൊളിറ്റിക്കലായിട്ട് ആക്റ്റീവായിട്ടുള്ള ആൾക്കും തോന്നും ഇതിലൊന്നും കാര്യമില്ലെന്ന്. പക്ഷെ ചില ദിവസം തോന്നും ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കണം. നമുക്കും തോന്നും കുറെ ആൾക്കാരോട് സംസാരിക്കണം, ഒരു പാർട്ടിക്ക് പോകണം എന്നൊക്കെ തോന്നും. പിന്നെ തോന്നും ഈ പാർട്ടിക്കൊന്നും പോകേണ്ട കാര്യമില്ല, എന്തിനിപ്പോൾ അതിന് കാര്യം, അത് കഴിഞ്ഞാൽ അത് തീർന്നില്ല, ഗ്യാസ് പോലെ. ഈ ഒരുങ്ങി കെട്ടി പോയിട്ട് എന്താ കാര്യം, നമ്മളാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ പല ചിന്തകളും നമ്മളിലുണ്ടാവും. ഇതൊന്നും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല. അതിനേക്കാളും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ പറ്റാത്തൊരു സംഭവമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നൊരു സംഭവം. ഇതിലിപ്പോൾ എന്താ കാര്യം, ഇതുകൊണ്ട് എന്തുണ്ടായി എന്നൊക്കെ തോന്നും. എല്ലാവർക്കും തോന്നും. അതിൽ ഏറ്റവും രസകരമായിട്ട് കഥ എഴുതിയിട്ടുള്ള ആളാണ് നിത്യചൈതന്യതി. അതുകൊണ്ടാണ് ഈ കഥയൊക്കെ പറയുമ്പോൾ അവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യതിയുടെ യാത്ര എന്നൊരു പുസ്തകം വായിക്കണം. യതി ചരിതം വായിച്ചാൽ അതിനകത്ത് യാത്രയുടെ ഭാഗമുണ്ട്. രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ് നമ്മളൊക്കെ. എന്താ ഇത്രയും പറയാൻ കാരണം, ഇതാവാതിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭഗവത്ഗീതയാണ്.
ഫിസിക്കലി, ഇമോഷണലി, ഇന്റലക്ച്വലി, സോഷ്യലി, സ്പിരിച്വലി, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ഭഗവത്ഗീത കൃത്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് പഠിക്കണം. ഒരേ ക്രമത്തിൽ പഠിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയുള്ള കുറേ എക്സാമ്പിൾസ് പറ്റും. അത് യതിയുടെ പുസ്തകങ്ങളിലൊക്കെ വളരെ രസകരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ വായിക്കുമ്പോൾ അതൊക്കെ എടുത്തിട്ട് ഭഗവത്ഗീതയിൽ ഉടനെ അത് മാർക്ക് ചെയ്ത് വെക്കും, ഏത് ശ്ലോകമാണ്. അങ്ങനെ ഓരോ വായനയിലും, അത് വിവേകാനന്ദ സ്വാമികളുടെ ആയാലും, രാമകൃഷ്ണ മഠം ഹൈദരാബാദുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. 10-15 വർഷം അവിടെ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും ആവറേജ് ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. അതാണ് എൻ്റെ കളരി. അതുകൊണ്ടാണ് കുറേ കുട്ടികളിലേക്കും ചിന്തകളിലേക്കും എത്താൻ സാധിച്ചത്. അപ്പോൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഭഗവത്ഗീതയുടെ ലെസൺസ് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരാൾ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ഭക്തി, ജ്ഞാനം, കർമ്മം, ഈ 3 ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത്. ഭക്തിയും ജ്ഞാനവും കർമ്മവും അല്ലാതെ രാജയോഗത്തിലേക്ക് അതിനെ നല്ലപോലെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ലോകത്തിന് വെളിയിൽ, ഭാരതത്തിന് വെളിയിൽ, നമ്മുടെ ദേശത്തിന് വെളിയിൽ മനുഷ്യന്മാരിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് രാജയോഗമാണ്. അപ്പൊ ഭഗവത്ഗീത എന്താണെന്ന് ചോദിച്ചാൽ വിവേകാനന്ദ സ്വാമികൾക്ക് രാജയോഗമാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് ഭഗവത്ഗീതയെ പവറും പൊസിഷനും, രാജയോഗ എന്ന് പറഞ്ഞാൽ അതാണ്, എനിക്ക് പവറും പൊസിഷനും എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗവും ഒക്കെ എനിക്ക് വേണം എന്ന് പറയുന്നു. അപ്പൊ അത് ശരിക്കും പഠിപ്പിച്ചിട്ടുള്ളത് വിവേകാനന്ദ സ്വാമികളാണ്. അങ്ങനെ ഈ ഭഗവത്ഗീതയെ പല കോണുകളിലൂടെ നമുക്ക് നോക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മള് ചിന്മയ സ്വാമികളുടെ ആശ്രമങ്ങളിൽ, ഇപ്പൊ പാലക്കാട് ഭഗവത്ഗീത യജ്ഞം നടത്തുന്ന സമയത്ത് അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കണ്ടായി. അവിടെ ഞാൻ രാജയോഗയോ അല്ലെങ്കിൽ കർമ്മയോഗയോ ഒക്കെ പറഞ്ഞാൽ ഒന്നും ഇഷ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ചിന്മയ സ്വാമികളും അവരുടെ കൃഷ്ണ അമ്പലത്തിലാണ് നടക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും ഭക്തി സംബന്ധമായിട്ടാണ് പറയുക. അപ്പൊ ഭക്തി യോഗയാണ് പറയുന്നത്. ഇപ്പൊ ഭഗവത്ഗീതയെ നമ്മൾ നോക്കിയാൽ വളരെ ലോജിക്കലായിട്ട്, ഇപ്പം കേരളത്തിൽ ഭഗവത്ഗീത പറയുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ 1-2 സ്വാമികൾ, ചിന്മയ സ്വാമികളുടെ ആശ്രമത്തിൽ ആശ്രിതന്മാരായി നിന്നിട്ട് അവിടുന്ന് കട്ടുമുടിച്ചിട്ടൊക്കെ പുറത്തു വന്നിട്ടുള്ളവരാണ് കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഭഗവത്ഗീത ആചാര്യന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അറിയപ്പെടുന്നവർ. അവരൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് കേട്ടോ. എന്നാലും ഞാൻ അവരോട് തന്നെ പറയാറുണ്ട്, നിങ്ങളൊക്കെ കട്ടുമുടിച്ചിട്ടല്ലേ വന്നത്, അതുകൊണ്ട് ഇപ്പം ഇരുമ്പിൻ്റെയും കമ്പിയുടെ ഒക്കെ കണക്കാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, ഭഗവത്ഗീത അല്ല എന്ന് പറയാറുണ്ട്. കാരണം ആശ്രമം പണിയുക എന്നുള്ളതാണ് അവരുടെയൊക്കെ മുഖ്യ ലക്ഷ്യം. എന്നാൽ എനിക്ക് ഞാൻ എന്ന സങ്കല്പം വേണ്ട എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഭഗവത്ഗീത. എന്നാലും എനിക്ക് എൻ്റെ ആശ്രമം വേണം, എനിക്ക് എൻ്റെ ടെറിട്ടറി വേണം എന്നൊക്കെ വിശ്വസിക്കുന്നവരായിട്ട് മാറുന്നവരാണ് സ്വാമിമാര്. അത് നമ്മുടെ ശിഷ്യന്മാർക്ക് തോന്നിയാൽ കുഴപ്പമില്ല, അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ തന്നെ അത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണ ആശ്രമമാണ് ഉണ്ടാക്കിയത്, വിവേകാനന്ദ ആശ്രമം അല്ലല്ലോ. അപ്പൊ എപ്പോഴും നല്ല ശിഷ്യന്മാരെ ഉണ്ടാവുമ്പോഴാണ് നല്ല മാഷന്മാരാകുക എന്ന് പറയാറുണ്ട്. ഭഗവത്ഗീതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ശിഷ്യൻ ഉണ്ടായിരുന്നുള്ളതാണ്. ഭഗവത്ഗീത ശ്രീകൃഷ്ണന്റെ അല്ല, ഭഗവത്ഗീത അർജുനന്റെയാണ്. ഭഗവത്ഗീത ഉണ്ടാവാൻ കാരണം ശ്രീകൃഷ്ണനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് അർത്ഥം. അർജുനനാണ് ഭഗവത്ഗീത ഉണ്ടാക്കിയത്. കാരണം കുറേ ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭഗവത്ഗീത ഉണ്ടായത്. അർജുനൻ തൻ്റെ വിഷമം കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞത് കൊണ്ടാണ് ഭഗവത്ഗീത ഉണ്ടായത്. അതുകൊണ്ട് ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ അർജുന വിഷാദ യോഗത്തിലാണ്. ആ അർജുനൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെയാണ്. വിഷമില്ലാത്തവരല്ല നമ്മളൊക്കെ. എന്താണ് നമ്മുടെ വിഷമം? കുറേ ബുദ്ധിമുട്ടുകൾ, കുറേ ദാരിദ്ര്യം, എന്തുണ്ടായാലും അതിനെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രം നമുക്കൊക്കെ ആവശ്യമാണ്. അതിനുവേണ്ടി ഭഗവാൻ വ്യാസമഹർഷി സൃഷ്ടിച്ചെടുത്ത ഒരു ക്യാരക്ടറാണ് അർജുനൻ. ആ അർജുനനെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. നാടകം പറയുമ്പോൾ സൂത്രധാരന്മാർ കഥ പറയുന്നത് പോലെ ആദ്യത്തെ ചാപ്റ്റർ ഭഗവത്ഗീതയിൽ എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് വിശകലനം ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്
വിഷാദയോഗം. അത് കഴിഞ്ഞാൽ പിന്നെ സാഖ്യായോഗമാണ്. സാഖ്യായോഗത്തിൽ കൃത്യമായിട്ട് തത്വജ്ഞാനമാണ്, അനാലിസിസ് എന്നാ പറയാ, ലോജിക്കൽ അനാലിസിസ് ആണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ സാഖ്യായോഗമാണ്. കാരണം സയന്റിഫിക് ആയിട്ട് ഭഗവത്ഗീതയെ കാണണമെങ്കിൽ സാഖ്യായോഗം തന്നെയാണ്. ഇപ്പം എൻ്റെ സൺഡേ ഈവനിങ്ങിലുള്ള സെഷനിൽ സാഖ്യായോഗം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. ഈ ആഴ്ച മുതൽ ഏറ്റവും പ്രധാനമെന്ന് പലരും ധരിക്കുന്ന കർമ്മയോഗത്തിലേക്കാണ് നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ സാഖ്യായോഗം, രണ്ടാമത്തെ ചാപ്റ്റർ, പിന്നെ കർമ്മയോഗം. ഈ ചാപ്റ്ററിന്റെ പേരൊന്നും എനിക്ക് ബൈഹാർട്ടില്ല കേട്ടോ, ഞാൻ ബുക്ക് നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ആ കർമ്മയോഗം എങ്ങനെയാണ് കർമ്മം ചെയ്യാന്നല്ല പഠിപ്പിക്കുന്നത്, എങ്ങനെ കർമ്മത്തെ ഫിസിക്കലായിട്ട് ഞാൻ ചെയ്യുന്ന കർമ്മമായാലും അതിനെ എങ്ങനെ സ്പിരിച്വൽ ലെവലിലേക്ക് കൊണ്ടുപോകാന്നാണ് പഠിപ്പിക്കുന്നത്. അത് അറ്റാച്ച്മെന്റ് ഉണ്ട്, സംഘം ചേർന്നിട്ട് തന്നെയാണ്. ഇപ്പൊ എനിക്ക് വിജയൻജിയോട് സംഘമില്ലെങ്കിൽ ഞാനിവിടെ വരില്ല. ആ സംഘം ചേരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വിജയൻജി എന്തേ വിളിക്കാത്തതെന്ന് ആലോചിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതുണ്ടായാൽ ബൗണ്ടഡ്നെസ് ആയി. ആ ഒരു ബോണ്ടേജ് ഇല്ലാതെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 10 പേര് എനിക്ക് മെസ്സേജ് അയക്കും, അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറയുന്നതിന് എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഭക്ഷണം തരാൻ ഒരാളുണ്ടല്ലോ, അവരെ സൃഷ്ടിച്ചെടുക്കുകയാണ് എൻ്റെ ക്ലാസ്സിൻ്റെ. ഇങ്ങനെ എനിക്ക് കിട്ടാൻ പോകുന്ന ഫലത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് ഞാൻ ചെയ്താൽ, ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ചിന്ത ഭഗവത്ഗീതയിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കല്ലും കമ്പി ആലോചിച്ചിട്ടാണ് ഭഗവത്ഗീത എടുക്കുന്നത്. കാരണം ഇന്ന് ആരാണ് കമ്പിക്ക് ഓർഡർ കൊടുക്കണം, ഇന്ന് ആരാ എനിക്ക് 25,000 റുപ്യ തരിക, അതാണ് ടി വിയിൽ രാവിലെ അരമണിക്കൂർ വരുമ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആലോചിക്കും സിംഗപ്പൂരിൽ 4 ആളെ ഏൽപ്പിക്കും, സിംഗപ്പൂരിൽ ഇന്നാളെ വിളിക്കണം, എന്നിട്ടേ സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവരെയൊക്കെ സിംഗപ്പൂർ സ്വാമി എന്നൊക്കെ വിളിക്കാം. ചിലപ്പോൾ അവർ ചാടിപ്പോടി പോവും. എന്തിനാ പോണത്? ഭഗവത്ഗീത പഠിപ്പിക്കാനൊന്നുമല്ല, ഇതിന് കാശ് പിരിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഇതാണ് ചിന്ത. അങ്ങനെ എനിക്കെന്ത് കിട്ടും എന്ന് ആലോചിച്ചുകൊണ്ട് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് എന്താണ്? എനിക്കൊന്നും വേണ്ടാന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വിഷ്ണുനാരായണൻ നമ്പൂതിരി സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഉണ്ടായിട്ട് വേണ്ടാത്തവരായിരുന്ന ഒരു ജാതി, ഒരു വർഗം, ഒരു ഗ്രൂപ്പ് ഭാരതത്തിലുണ്ട്. അവരാണ് സ്വാമിമാർ. അവർക്ക് തപിക്കുന്നത് ഉള്ളിൽ തപം ഉള്ളവരാണ് തപിക്കുന്നവർ. ആ തപം മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാവരുത്, ഭഗവാൻ ഉള്ളിലിരുന്ന് തപിക്കുകയാണ്. അവരാണ് താപസന്മാർ. ആ ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാവും? എനിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പം ഡോക്ടർ TPS ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, അബദ്ധവശാൽ കുറേ സ്വാമിമാരെയും കുറേ മഹാന്മാരെയും ഒക്കെ പരിചയപ്പെടാനും, ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടിൻ്റെ ശിഷ്യനാവാനും, അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ നടക്കാനും, അദ്ദേഹത്തിൻ്റെ കൂടെ കൈലാസത്തിൽ പോവാനും, അദ്ദേഹത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനും, അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളിൽ നിന്ന് കുറേ എന്തൊക്കെയോ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചതുകൊണ്ട് ചാവുന്നതിന് മുമ്പ് ഇത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവരോട് ചെയ്യുന്ന അപരാധം. അതുകൊണ്ട് മാത്രം. പക്ഷെ ഒരു സെൽഫിഷ്നെസ് ഉണ്ട്. എന്താ സെൽഫിഷ്നെസ്? ഇത് പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ആ സന്തോഷം എൻ്റെ സന്തോഷമാണ്. ആ സന്തോഷം ഇല്ലെങ്കിൽ എനിക്ക് ഇമോഷണലി ഞാൻ ഒന്നും അല്ലാണ്ടാവും. അല്ലെങ്കിൽ ആ ഇമോഷണൽ ഫീലിംഗ് ഇല്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ലാണ്ടാവും. മനുഷ്യന്റെ ഒരു ബേസിക് ക്വാളിറ്റിയാണ് സന്തോഷിക്കുക എന്നുള്ളത്. സങ്കടപ്പെടുക എന്നുള്ളതാണ് അതിനേക്കാളും കൂടുതൽ നല്ല ക്വാളിറ്റി. സങ്കടം ഇല്ലെങ്കിൽ സന്തോഷത്തിന് ഒരു വിലയുമില്ല. ഇപ്പൊ ഭഗവത്ഗീതയിൽ സന്തോഷവും വേണം സങ്കടവും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വല്ലാണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോവാതെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റിയാൽ. എങ്ങനെ കൺട്രോൾ ചെയ്യുക? ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരണം, പക്ഷെ ആ ദേഷ്യം അരമണിക്കൂറിലധികം ഒന്നും കയ്യിൽ വെക്കരുത്, 10 മിനിറ്റിലധികം ഒന്നും വെക്കരുത്. തൊട്ടടുത്ത ബന്ധുക്കളാണെങ്കിൽ ഒരു 10 മിനിറ്റിലധികം ഒന്നും വെക്കാൻ പാടില്ല, 5 മിനിറ്റ് വെക്കാൻ പാടില്ല. ഏത് അമ്മയാണ് മക്കളെ വഴക്ക് പറയാണ്ടിരുന്നിട്ടുള്ളത്? പക്ഷെ പറഞ്ഞു കഴിഞ്ഞാലും മക്കളെ മടി കിടത്തിയിട്ട് സാരില്ലേ മോനെ സാരില്ലേ മോളെ എന്ന് പറയുമല്ലോ. അത് രണ്ടും ഇടവിട്ട് ചെയ്യാൻ പറ്റുന്നവരാണ് അച്ഛനും അമ്മയും. ആ ഇമോഷൻ ആണ് നമുക്ക് എല്ലാവരോടും ഉണ്ടാവേണ്ടത്. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. ഒരു പ്രാവശ്യം ദേഷ്യം പിടിച്ച അയാളുടെ ജന്മനാ ശത്രുവായി. ഈ ദേവി മഹാത്മ്യത്തിലൊക്കെ അല്ലെങ്കിൽ ദേവി ശ്ലോകത്തിലൊക്കെ സഹസ്രനാമത്തിലൊക്കെ പറയുന്നുണ്ട്, ശത്രുബുദ്ധിർ വിനാശായ. ശത്രുവിന്റെ ബുദ്ധി നശിക്കണേ എന്നല്ല, ശത്രുതാ ബുദ്ധി എന്നിലുണ്ടെങ്കിൽ അത് നശിക്കണേ എന്നാണ്.
എനിക്ക് ഒരാൾ ശത്രുവാകുന്നത് അദ്ദേഹം ശത്രുവായതുകൊണ്ടല്ല, അങ്ങേരുടെ കുഴപ്പമല്ല, കുഴപ്പം എൻ്റെതാ. കാരണം എൻ്റെ മനസ്സിൽ ആ ശത്രുതാ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് അവർ ശത്രുവായിട്ട് തോന്നുന്നത്. ഭഗവത്ഗീതയും അത് തന്നെ പറയുന്നത്. ഈ മനുഷ്യനെ പ്യൂരിഫൈ ആയിട്ട് കർമ്മം ചെയ്യാനുള്ള, ഞാൻ കർമ്മം ചെയ്യുന്നത് ഒരാൾ ശത്രുവോ ബന്ധുവോ ആയിട്ടല്ല, എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ എന്തിനാ ശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ ശ്വസിക്കാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കാണ്ട്. എന്തിനാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്? എന്തിനാ പഠിപ്പിക്കാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തിനാ പഠിക്കാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണെന്ന് അർത്ഥം. അങ്ങനെ കർമ്മത്തെ നിസ്വാർത്ഥമായി, സ്വാർത്ഥതയുണ്ട്, എൻ്റെ ജീവൻ നിലനിർത്താന്നുള്ള സ്വാർത്ഥത കൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ അല്ലാതെ ആരും കൊണ്ടോ ലോകത്ത്? എല്ലാവരും ഉണ്ട്. അപ്പൊ കർമ്മങ്ങൾക്ക് ഒരു വലിയ ക്യാൻവാസ് നമ്മൾ കാണണം. ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വരപൂജനം. ഈശ്വരപൂജ പറയുന്നത് ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഗുണം, സന്തോഷം, താൽക്കാലിക സന്തോഷമല്ല, കുറേ നീണ്ട സന്തോഷം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ഏറ്റവും നല്ല കർമ്മം എന്ന് പറയാം. അതാണ് ഈശ്വരപൂജയും. അത് മാത്രമേ ഉള്ളൂ ഈശ്വരപൂജ. വളരെ മഹാനായ തന്ത്രിയായിട്ടുള്ള തന്ത്രശാസ്ത്രത്തിലെ കേരളത്തിൽ ഏക പുസ്തകം എഴുതിയിട്ടുള്ള ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടിന്റെ ഏക ശിഷ്യനാണ് ഞാൻ. അപ്പോൾ ആ ധൈര്യത്തിലാണ് പറയുന്നത്. അദ്ദേഹത്തിന് വേറെ ശിഷ്യന്മാർ എന്നെ പോലെ ഉണ്ടായിരുന്നു തോന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൊക്കെ ക്ഷേത്ര സങ്കല്പത്തിന്റെ പുസ്തകത്തിലൊക്കെ നോക്കിയാൽ ഡോക്ടർ TPS കുറിച്ച് 1-2 പേജുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഒരു ഗുരു ശിഷ്യനെ കുറിച്ച് പേജുകളായിട്ട് എഴുതുക എന്നൊക്കെ പറയുന്ന വലിയ ഭാഗ്യമാണ്. അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ആ ഈഗോ, അത് നമുക്ക് ഈഗോ തന്നെയാണ്. അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ അല്ലേ? അതുകൊണ്ട് പറയുന്നത്. അപ്പൊ അദ്ദേഹമൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം, എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുന്ന സമ്പത്ത് എന്ന് പറയുന്നത് ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ കാല് പിന്നിലോട്ട് തള്ളപ്പെടുന്ന പൊടിയുടെ വിലയേ ഉള്ളൂ എനിക്ക് സമ്പത്തിനെന്ന് പറയാം. അതൊക്കെ പറയുക മാത്രമല്ല, അത് നേരിട്ട് കാണാൻ സാധിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ സഞ്ചരിക്കാൻ സാധിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ സാധിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള അറിവാണിത്. അത് വേണമെങ്കിൽ നമ്മുടെ കർമ്മത്തിന് ജ്ഞാന കർമ്മ സന്യാസ യോഗം, അതാണ് 4ാമത്തെ യോഗം. അപ്പൊ 3ഉം 4ഉം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സന്യാസത്തിലേക്ക് കയറാം. 5ാമത്തെ യോഗം സന്യാസ യോഗം. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ ധ്യാനപരമായിട്ട് ചെയ്യണം. എന്താ ധ്യാനം? യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് 3 അധ്യായം കഴിയുമ്പോഴത്തേക്കും യോഗ, അഷ്ടാംഗ യോഗത്തിലെ 7ാമത്തെ നിലയിലേക്ക് എത്തിച്ചു നമ്മളെ. അതാണ് ഭഗവത്ഗീത. ആസനത്തിനൊന്നും പ്രാധാന്യം കൊടുത്തിട്ടേ ഇല്ല അവിടെ. യമ, നോൺ വയലൻസ്, അതുമില്ല. അത് അനാലിസിസിൽ പെട്ടു, അത് സാഖ്യായോഗത്തിൽ പെട്ടു. യമ നിയമ, അതും സാഖ്യായോഗത്തിൽ പെട്ടു. നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് വേണ്ടത് ചെയ്തോളാൻ, അതിന് പ്രത്യേകിച്ച് ക്ലാസ്സൊന്നും ആവശ്യമില്ല എന്നാണ്. ആസനം, വലിയ കർമ്മം ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയ ആസനം. നമുക്ക് ചെയ്യാനുള്ള കർമ്മം ചെയ്യാണ് എൻ്റെ ആസനം. എൻ്റെ കർമ്മം ആണ് എൻ്റെ യോഗ. ഞാനിപ്പം സാധാരണ പണിക്കാർ വെയിലത്ത് നിന്നിട്ട് 8 മണിക്കൂർ പണിയെടുക്കുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ പണിയല്ല. എൻ്റെ പണി എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കർമ്മം. അതിന് എൻ്റെ ഫിസിക്ക്, എൻ്റെ ശരീരം എനിക്ക് എങ്ങനെ ഫിസിക്കലി ഫിറ്റാക്കി വെക്കാം. ഡോക്ടർ TPS എന്നെ ഇപ്പൊ തൂക്കി നോക്കിയാൽ 60 കിലോയിൽ താഴെ ഉണ്ടാവും. 59, 60, 61, അതിനിടയിലോ അപ്പുറത്തോ ഇപ്പുറത്തോ പോയിട്ടില്ല. എപ്പോഴല്ല, കഴിഞ്ഞ 35 വർഷം 40 വർഷമായിട്ട് പോയിട്ടില്ല. അത് നമ്മുടെ ഫിസിക്കിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആണ് യോഗാസനം. അത് ചെയ്യാൻ പതഞ്ജലി പറഞ്ഞിട്ടുള്ള യോഗയൊന്നും അല്ല ഇന്ന് നിങ്ങൾ പഠിക്കുന്ന യോഗ. പാവം പതഞ്ജലിയൊക്കെ തൂങ്ങി മരിക്കും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. അദ്ദേഹത്തിന്റെ യോഗാസനത്തിൽ ഇതൊന്നും ഇല്ല. ഈ സ്വാമി ഭുവ എന്ന് പറയുന്ന ഒരാള് മൈസൂർ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ജിംനാസ്റ്റിക്സ് കാണിച്ചതാണ് ഇന്ന് കാണുന്ന പല യോഗയും. അതുകൊണ്ട് യോഗ ആചാര്യന്മാർ പഠിപ്പിക്കുന്ന യോഗ, പതഞ്ജലിയുടെ യോഗശാസ്ത്രം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അതൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് ഹഠയോഗ പ്രദീപികയെങ്കിലും ഒന്ന് വായിച്ചു പഠിക്കണം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വിചാരിച്ചാൽ പലതും മിക്സ് ചെയ്യും. അത് മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ വലിയ അബദ്ധം പറ്റും. പ്രാണായാമേന യുക്തേന സർവരോഗ സമാരഹ അയുക്താഭ്യാസ യോഗേന സർവരോഗ സമുദ്ഭവ. നിങ്ങൾ തെറ്റായിട്ട് പ്രാണായാമം ചെയ്താൽ ഇല്ലാത്ത രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നൊക്കെയാണ് ഹഠയോഗ പ്രദീപിക പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജ്ഞാനം അത്യാവശ്യമാണ്, കർമ്മം അത്യാവശ്യമാണ്, തപം അത്യാവശ്യമാണ്. പക്ഷെ ഇതൊക്കെ വളരെ കാഷ്വൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് ധ്യാനയോഗം. എന്താണ് ധ്യാനം? ധ്യാനം എന്ന് പറഞ്ഞാൽ
ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവും ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ. ആക്സിലറേറ്റർ ഏതാണ്, ബ്രേക്ക് ഏതാണ്, ക്ലച്ച് ഏതാണ്, ABC ഏതാണ് എന്ന് നോക്കിയാലേ D കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ആക്സിലറേറ്ററും ബ്രേക്കും ക്ലച്ചും പഠിച്ചാലേ ഡ്രൈവിംഗ് ശരിയാവുള്ളൂ. ABC പഠിച്ചാലേ D മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ടെൻഷൻ നല്ല എക്സ്പേർട്ട് ഡ്രൈവർക്ക് ഉണ്ടാവില്ല. അയാള് സ്റ്റിയറിംഗിന്റെ മുകളിൽ താളൊക്കെ അടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യും. എപ്പോഴാണ് ബ്രേക്ക് ചവിട്ടേണ്ടതെന്ന് ചോദിച്ചിട്ടൊന്നുമല്ല ചവിട്ട, അറിയാണ്ട് ചവിട്ടിപ്പോൾ. കുക്ക് ചെയ്യുമ്പോൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോമെട്രിക് ബോക്സ് വെച്ചിട്ട് സർക്കിൾ വരച്ചിട്ടാണോ അതിൻ്റെ ഉള്ളിൽ മാവ് ഒഴിക്കുന്നത്? അതങ്ങനെ ആവുന്നതാണ്. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ടാണോ ഉപ്പിടുന്നത്? അത് കൃത്യമായിട്ട് അങ്ങോട്ട് വരും. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കർമ്മങ്ങൾ വളരെ സുലഭമായിട്ട് ചിന്തിക്കാതെ ബ്രെയിനിനെ ടാക്സ് ചെയ്യാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ധ്യാനം. ഇപ്പം ഞാനൊക്കെ ഋഷികേശിലെ ഹിമാലയൻ മെഡിറ്റേഷൻ മാസ്റ്ററുടെ ആശ്രമത്തിലെ സ്വാമി രാമ ആശ്രമം എന്നാണ് ആശ്രമത്തിൻ്റെ പേര്. അവിടെ പോകുമ്പോൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെക്കും. ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും. ഈ ബുദ്ധി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണ. അപ്പോഴാണ് മനസ്സിലായത് ഡോക്ടർ DPSന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. എന്താ കാരണം? ബുദ്ധി ഉണ്ടെങ്കിലല്ലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഈ പറയുന്നത് എവിടുന്നാണ്? ചിന്തിച്ചിട്ടാണോ പറയുന്നത് വെച്ചാൽ ചിന്തിച്ചിട്ടൊന്നും അല്ല പറയുന്നത്. ഇന്നിപ്പം വിജയൻജി പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആലോചിച്ചൊരു സീക്വൻസ് ഉണ്ടാക്കിയിട്ട് പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇത് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി എന്ത് ചെയ്യാം? സീറ്റിലിരുന്ന ഏത് വണ്ടി ആയാലും പടയെ തൊട്ടുണ്ട് ഓടിക്കുന്ന പോലെയാണ്. അതിന് പ്രത്യേകിച്ച് ഞാൻ അംബാസഡറിലാണ് പഠിച്ചതുകൊണ്ട് ഫിയറ്റ് ഓടിക്കുമ്പോൾ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യണം എന്ന് തോന്നുന്നു ആർക്കെങ്കിലും. അതില്ല. കാരണം ഭഗവത്ഗീതയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ അത്രയും. അപ്പൊ ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്താ പറയേണ്ടത് വെച്ചാൽ കൊച്ചു പറഞ്ഞതുകൊണ്ട്, അമൃതാനന്ദമയുടെ പറഞ്ഞതുകൊണ്ട്, പിന്നെ ബയോറിതം പറഞ്ഞതുകൊണ്ട്, ജീവതാളം പറഞ്ഞതുകൊണ്ട്, 5 എന്ന് പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് അങ്ങനെയാണ് ഇന്ന് ഭഗവത്ഗീത പറഞ്ഞത്. അതല്ലാതെ ഇങ്ങനെ ഞാൻ ഭഗവത്ഗീത ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഓരോ സംഭവങ്ങളും നമ്മൾ അവിടെ എത്തുമ്പോൾ ആ റൂട്ടിൽ ഓടിക്കുമ്പോൾ ആ റൂട്ടിൽ അങ്ങോട്ട് ഓടിക്കും. അതിന് ഏത് വണ്ടി എന്ന് ചോദിച്ചാൽ വണ്ടി ഏതായാലും റൂട്ട് ഏതായാലും ഡ്രൈവിംഗ് പഠിച്ചാൽ നമുക്ക് ഓടിക്കാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? അതാണ് ധ്യാനം. എനിക്ക് കുക്കിംഗ് ധ്യാനമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡോക്ടർ TPS കുക്കിംഗ് എന്ന് പറഞ്ഞ് നോക്കുക. അപ്പോൾ അതിനകത്ത് യൂട്യൂബിൽ കാണും ഞാൻ കുക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെ കുക്ക് ചെയ്യും? അമ്മ ഉണ്ടാക്കണം, നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പണി തുടങ്ങുക. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഉണ്ടാക്കുന്നത് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണം. അത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് എനിക്ക് വിഷമമുണ്ടോ? ഒന്നുമില്ല. കാരണം അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ എനിക്കിപ്പോൾ തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മൾ ആസ്വദിച്ചാൽ നമുക്ക് ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ആസ്വദിക്കാണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കര പ്രശ്നം. ശ്ലോകം പഠിക്കാനും പ്രശ്നമാണ്. കാരണം എന്താ കാരണം? അതിനു മുമ്പുള്ള ജ്ഞാനയോഗത്തിലേക്ക് കയറാണ്ടാണ് നേരിട്ട് ശ്ലോകം പഠിക്കുന്നത്. അർത്ഥം മനസ്സിലാക്കിയിട്ട് ശ്ലോകം മനസ്സിലാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ബുദ്ധിപരമായിട്ട് കയറുമ്പോഴത്തേക്കും പിന്നെ സ്പിരിച്വൽ ആയിട്ട് അങ്ങോട്ട് കയറിക്കണം, ധ്യാനത്തിലിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ശ്ലോകം ചെല്ലും, പക്ഷെ ചെല്ലുന്ന സമയത്ത് ധ്യാനത്തിലല്ല ഇരിക്കുന്നത്. ചിന്ത, ഇത് ചെയ്താൽ എന്താ കിട്ടുക, അത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, അതിനു മുമ്പ് എന്താ ചെയ്തിരുന്നത്, ഇതൊക്കെ ആലോചിക്കും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ ഉണ്ടാക്കണമെങ്കിൽ അവിടത്തേക്ക് പോകണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ധ്യാനം ആത്മസംയമനം എന്നാണ് ധ്യാന യോഗത്തിന്റെ വേറൊരു പേര്. ആത്മാവിനെ സംയമനത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ ജ്ഞാനവിജ്ഞാന യോഗം. ജ്ഞാനവും വിജ്ഞാനവും ഇത് ഗുണമുണ്ടോ ജനങ്ങൾക്കെന്നറിയണം. ജ്ഞാനം അറിവാണ്. അത് വിജ്ഞാനമാക്കി മാറ്റുന്നത് ചേർക്കുന്നത് ചേർക്കുന്നതൊക്കെ നന്മ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ. അക്ഷരബ്രഹ്മയോഗം. അക്ഷരമാണ് ക്ഷരമില്ലാത്തത്. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയുണ്ട്. അക്ഷരമേ എനിക്ക് നിന്നെ ഇക്ഷ പിടിച്ചു, നിന്നിൽ അരമുള്ളതു കൊണ്ടാവാം. അക്ഷരം, ക്ഷാന്ന് സെൻട്രലും അരം സൈഡിലുമാണ്. അക്ഷരമേ എനിക്ക് നിന്നെ ഇക്ഷ പിടിച്ചു, നിന്നിൽ അരമുള്ളത് കൊണ്ടാവാം. അതുപോലെ നമുക്ക് പിടിക്കുന്ന ഒരു സാധനമാണ് അക്ഷരം. അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് രസമെന്നറിയോ ജീവിതം. വായനയും പഠനവും ഒക്കെ ആയിട്ട് മാറും. അത് ധ്യാനമാണ്. അതും നമ്മുടെ ലോജിക്കലി ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് എവിടെ എത്താൻ പറ്റും? രാജവിദ്യ, രാജഗുഹ്യയോഗം. ഗുഹ്യം എന്ന് പറഞ്ഞാൽ ഇസോട്രിക് എന്നാണ്, പലർക്കും മനസ്സിലാവാത്ത സംഭവം എന്നാണ്. പക്ഷെ അതിലേക്ക് നമ്മളെ പിടിച്ചെടുക്കും, നമ്മൾ അതിനകത്ത് പെട്ടുപോകും. രാജവിദ്യ, രാജഗുഹ്യയോഗം എന്ത് രസകരമാണെന്ന് നോക്കൂ. അത് വളരെ ഗുഹ്യമാണ്. അതിൻ്റെ സീക്രട്ട് നമുക്ക് മനസ്സിലാവില്ല. അത് ഇന്നത്തെ പൊളിറ്റിക്സിനും സീക്രട്ട് ഉണ്ട്. അത് തട്ടിപ്പ് സീക്രട്ടാണ്. ഇതങ്ങനെയല്ല. യഥാർത്ഥമായിട്ട് നമുക്ക് എത്താവുന്ന പടവിലേക്ക് നമ്മൾ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ജനങ്ങളെ സേവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സുഖം, അതാണ് രാജവിദ്യ. അത് രാജഗുഹ്യവുമാണ്.
അതിൽ സീക്രട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഭഗവത്ഗീത അർജുനനോട് ഫൈറ്റ് ചെയ്യാൻ പറയുന്നത്. അതെന്താ നമുക്ക് മനസ്സിലാവാത്തത്? പലരും പറയും ഭഗവത്ഗീത ആൾക്കാരെ പിടിപ്പിക്കാൻ വേണ്ടി പറയും. ആണ്, കാരണം ഈ രാജവിദ്യ രാജഗുഹ്യ യോഗം ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളൊന്നും അല്ല എന്നുള്ളൊരു ബോധം. അതാണ് വിഭൂതി യോഗം. വിഭൂതി എന്ന് പറഞ്ഞാൽ ഭസ്മം എന്നാണ് അർത്ഥം. എന്തിനാ ഭസ്മം തൊടുന്നത്? ഞാൻ ഇങ്ങനെ ആവാൻ പോകുന്ന ആളാണ് എന്ന് ബാക്കിയുള്ളവരെ ധരിപ്പിക്കാനാണ്. നാളെ ഞാൻ ചത്തുപോയാൽ വിഭൂതിയാവും. 60 ഗ്രാം. നിങ്ങൾ 100 കിലോ തൂങ്ങിയാലും 60 കിലോ തൂങ്ങിയാലും തൂക്കി മരിച്ച് അവസാനം കത്തിച്ച് ഒരു പാത്രത്തിൽ തരുമ്പോൾ ഭസ്മത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60 ഉണ്ടാവും. 60 ഗ്രാം ആവും നമ്മളൊക്കെ. ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും പോലെ തന്നെയാണ് ഈ ലോകവും. അതിനുള്ളിലുള്ള കോൺഷ്യസ്നെസ്സും അതിനുള്ളിലുള്ള അറിവും എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് അതിനുള്ളിലുള്ള ഞാനാണ് ബ്രഹ്മം. ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം. അത് ആ ബ്രഹ്മമാണ്, ആ ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. ഇതിൽ കാറ്റഗറൈസേഷൻ ഉണ്ടാവും. എല്ലാവർക്കും ഇത് ഒരേപോലെ പിടിച്ചെടുക്കാൻ പറ്റില്ല. അതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാക്കിയിട്ട് മാറ്റും. ഗീതയൊക്കെ പഠിച്ച് റെഡി, അവസാനം ഗീത ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാണും വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വേറെ ആരെങ്കിലും ക്രോസ് ആയിട്ട് പാർക്ക് ചെയ്ത് ആല്ലാതേറി പറയും. ഈ പഠിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. നേരെ പുറത്ത് വന്നാൽ ഇനി ഗീത ക്ലാസ് ഒക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് എന്താ, ഞാൻ ശനിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ശവം തിന്നുന്ന ആളാണ്, നോൺ വെജിറ്റേറിയനാണ്. എന്താ കാര്യം? ഇതുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് ഭാരതത്തിൽ എല്ലാവരും മെസ്സേജ് അയച്ച് എൻ്റെ സ്വാമിയാണെന്ന് പറഞ്ഞു നടക്കുന്ന SAD എന്ന പ്രിഫിക്സ് ഉള്ള ഒരു സ്വാമിയുണ്ട്. സാഡ് എന്നാണ് അയാളുടെ പ്രിഫിക്സ് തന്നെ. ആ സ്വാമി പണ്ട് SYSSന്റെ വളണ്ടിയർ ആയിട്ടുണ്ടായിരുന്ന ആളാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അതറിയുന്നറിയില്ല. പക്ഷെ അയാൾ പറയില്ല അയാൾ എവിടുന്നാ പഠിച്ചതെന്നു. തുംകൂറ് കന്നഡ ಬರುತ್ತೆ ನನಗೆ ಚೆನ್ನಾಗಿ, ನಾನು ಓದಿರೋದಲ್ಲಿ. തുംകൂര് സ്വാമികളാണ് നമ്മുടെയൊക്കെ ആദ്യത്തെ രുദ്രയ്യയും അവരൊക്കെയാണ് നമ്മുടെ ഇതിലേക്കൊക്കെ പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആള്. SPYSSന്റെ വളണ്ടിയർ ആയിരുന്ന ഒരാള് ഇപ്പൊ എന്തേ ഞാൻ SPYSS എന്ന് വന്നതെന്ന് പറയാത്തത്? കാരണം അദ്ദേഹം ഇപ്പൊ സാഡ് എന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അവർക്ക് എന്തേ ഇത് പറ്റാത്തത്? അവരൊക്കെ പറയുന്നത് ഇതാണെങ്കിലും സ്വരൂപം കൊണ്ട് അവര് ഈ ഗുണത്രയ വിഭാഗ യോഗത്തിലെ ഏറ്റവും മോശം ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആവുകയാണ്. ഇപ്പൊ മനുഷ്യന്മാർ സ്വഭാവ പ്രഭവൈർ ഗുണൈ, സ്വഭാവം എവിടെയെങ്കിലൊക്കെ കാണിക്കും. അതുകൊണ്ട് ജന്മം കൊണ്ട് നന്നാവണം. ജന്മം കൊണ്ട് നന്നായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? ഈ ജന്മത്തിൽ കുറച്ച് പഠിച്ചാൽ അടുത്ത ജന്മെങ്കിലും നന്നാവും. അങ്ങനെ കുറച്ച് പ്യൂരിഫൈ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായിട്ട് ഭഗവത്ഗീത പറയുന്നുണ്ട്. അങ്ങനെ എത്തുമ്പോൾ അവസാനം നമ്മൾ എത്തുന്ന ഒരു യോഗമാണ് പുരുഷോത്തമ യോഗം. അത് ഭഗവാൻ കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മളെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിലൊക്കെ ഉണ്ട് ആ കഴിവ്, ചെറുതാവാനും വലുതാവാനുള്ള കഴിവ്. എല്ലാവർക്കും ഉണ്ടോന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ട്. അണിമാ മഹിമാ ചൈവ ലഘിമാ ഗരിമാതത ഈഷിത്വഞ്ച വശിത്വഞ്ച പ്രാപ്തി പ്രകാശ്യമേവചാണ്. ചെറുതാവാനും വലുതാവാനും നമുക്ക് കഴിവുണ്ട്. നമ്മൾ ബോസിന്റെ അടുത്ത് പോകുമ്പോൾ ചെറുതാവും, നമ്മുടെ സബോർഡിനേറ്റിന്റെ അടുത്ത് പോകുമ്പോഴോ നമ്മൾ വലുതാവും. എല്ലാ നേതാക്കന്മാരും അങ്ങനെയല്ലേ? ലോക്കൽ സെക്രട്ടറി ആ നാട്ടിലിരിക്കുമ്പോൾ ലോക്കൽ സെക്രട്ടറി എന്താ പവർ, എന്നാൽ ഡിസ്ട്രിക്ട് സെക്രട്ടറിനെ കാണുമ്പോഴോ ചെറുതായിട്ടില്ലെങ്കിലോ പിറ്റേ ദിവസം അവനെ മാറ്റും അവിടുന്ന്, ഇല്ലേ? അതുകൊണ്ടല്ലേ പലർക്കും നഷ്ടപ്പെടുന്നത്. കാരണം അവരിത് പഠിച്ചിട്ടില്ല. ഏത് പഠിച്ചിട്ടില്ല? അണിമാ മഹിമാ ചൈവ ലഘിമാ ഗരിമാതത ഈഷിത്വം. സ്വാമി വിവേകാനന്ദ സ്വാമികൾ ലോകത്തെ ആകെ കീഴടക്കിയിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ രാമകൃഷ്ണ സ്വാമിയുടെ അടുത്ത് കാണുമ്പോൾ ഈ പവിത്രത കാണിച്ചിട്ടുണ്ടോ? ഞാൻ ഭയങ്കരനാന്നുള്ള ഇല്ല. നേരെ കാലിൽ വീണു. ആ കഴിവാണ് ഉണ്ടാവേണ്ടത്. ആ കഴിവില്ലാത്തവരാണ് ദോഷം. ഞാൻ പോലീസാന്ന് പറഞ്ഞ് എനിക്ക് നടക്കാം, പക്ഷെ വീട്ടിൽ വന്ന് ഞാൻ പോലീസായാൻ തോറ്റും. അവരെ കാണിച്ചു തരും വീട്ടിലുള്ള ആൾക്കാർ ആരാ ശരിക്കുള്ള പോലീസ് എന്ന്. അപ്പൊ നമ്മൾ എവിടെ കാണിക്കണോ അവിടെയേ കാണിക്കാവൂ. കാണിക്കാത്തടുത്ത് കാണിച്ചാൽ എന്തുണ്ടാവും? പ്രശ്നം ഉണ്ടാവുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എത്ര രസകരമായിട്ടാണ് എൻ്റെ ഗുരുവൊക്കെ ഇത് പഠിപ്പിച്ചിട്ടുള്ളത് അറിയില്ല. എങ്ങനെയാണ് ഞാൻ ചോദിച്ചത്, എങ്ങനെയാണ് ശങ്കരാചാര്യ സ്വാമികൾ കൈലാസത്തിലേക്ക് പോയത്? നമ്മൾ ലാൻഡ് ക്രൂസർ എടുത്ത് വണ്ടി പോവും, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് പോവും, അത് കഴിഞ്ഞ് കാഠ്മണ്ഡു പോവും, അവിടുന്ന് വണ്ടി പോവും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പോണത്. ഇത് ഏത് വണ്ടി എടുത്തിട്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ കൈലാസത്തിൽ പോയതെന്ന് കൈലാസത്തിൽ എത്തുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ അന്ന് ചൊല്ലിത്തന്ന ഒരു ശ്ലോകമാണ് ഇത്. ഞാൻ പഠിച്ചത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അതിന് എക്സ്പ്ലനേഷൻ അപ്പം ചോദിക്കില്ല. അതൊക്കെ റെക്കോർഡ് ചെയ്ത് നോക്കും. എപ്പോഴും റെക്കോർഡ് ചെയ്യും. എൻ്റെ ക്ലാസ്സിൽ ഞാൻ റെക്കോർഡ് ചെയ്യും. കാരണം ഇത് അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ്. ആ അറിയാണ്ട് പറഞ്ഞു പോകുന്നത് പിന്നെ കിട്ടില്ല, അപ്പോഴേ കിട്ടുള്ളൂ. അപ്പൊ അത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ ചോദിക്കുക. അപ്പൊ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പുരുഷോത്തമ യോഗത്തിലെത്തണം. ഗുണത്രയ വിഭാഗ യോഗം
ദേവാസുര സമ്പത്ത് വിഭാഗ യോഗം. എന്ത് രസകരമായിട്ടുള്ളതാണെന്നറിയാം ഇതൊക്കെ. അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശ്രദ്ധ കിട്ടും. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. ശ്രദ്ധയുള്ള ആൾക്ക് മാത്രമേ ജ്ഞാനം കിട്ടുള്ളൂ. കൃത്യമായിട്ട് ഭഗവത്ഗീത പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു യോഗമാണ് മോക്ഷസന്യാസ യോഗം. ഏറ്റവും നല്ല വയലന്റ് ആയിട്ടുള്ള, നമ്മുടെ വയലന്റ് ആണ്, ഉള്ളിലുള്ള വയലൻസ് ആണ് ആദ്യത്തെ ചാപ്റ്റർ. അർജുന വിഷാദ യോഗം. വിഷാദം വരുമ്പോൾ നമ്മൾ വയലന്റ് ആവും. പലരും ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നോ? ഉള്ളിൽ ദുഃഖമുള്ളതുകൊണ്ടാണ്. ഉള്ളിൽ സന്തോഷിക്കുന്നവർക്ക് ദുഃഖം ഇല്ലാത്തവർക്ക് ഒരിക്കലും ദേഷ്യം വരില്ല. ആരോടെങ്കിലും നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉള്ളില് ദുഃഖമുണ്ട് എന്നുള്ളതാണ്. മക്കൾ ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഉള്ളിൽ ദുഃഖമുണ്ട്, വിഷമുണ്ട്. അത് പുറത്ത് കാണിക്കുന്ന അങ്ങനെയാന്ന് മാത്രം. അപ്പൊ ആ അവസ്ഥ, വിഷാദത്തിൽ നിന്ന് മോക്ഷ സന്യാസ യോഗം. മോക്ഷം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന അർത്ഥം. കാമം, അർത്ഥം, ധർമ്മം, മോക്ഷം, അങ്ങനെയാണത് പറയേണ്ടത്. കാമം, ആഗ്രഹം, അത് നടത്താനുള്ള വഴിയാണ് എനിക്ക് അർത്ഥം. അത് ധാർമ്മികത്തിലൂടെ പോകണം. അല്ലാതെ പോയാൽ എനിക്ക് സന്തോഷം കിട്ടില്ല, മോക്ഷം. നേരെ തിരിച്ചാ പലരും പറയാം. ഇതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ പുരുഷാർത്ഥങ്ങൾ ഇങ്ങനെയും പഠിക്കാം. അപ്പോൾ അങ്ങനെ വയലന്റ് ആയിട്ടുള്ള അർജുനനെ സൈലന്റ് ആയിട്ടുള്ള അർജുനാക്കി മാറ്റുന്നതാണ് ഭഗവത്ഗീത. അപ്പോൾ ഉള്ളിലുള്ള വിഷമം, തപത്തെ ഇല്ലാണ്ടാക്കല്ല, അത് നല്ല ചൂടാക്കിയിട്ട് മാറ്റുക. ചൂടുണ്ടാവണം, പക്ഷെ എന്തിൻ്റെ ചൂടാവണം? അറിവിൻ്റെ ചൂടാവണം, സമാധാനത്തിൻ്റെ ചൂടാവണം. അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, മഹത് ഗ്രന്ഥമാണ്. അതിന് കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അർജുനാണ്. പക്ഷെ അർജുനേക്കാളും അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രയിൽ നിന്നാണ് തുടങ്ങുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രമാവുന്ന കുരുക്ഷേത്രത്തില് നമ്മളൊക്കെ സമവേദ, നമ്മളൊക്കെ ചേർന്നിട്ടുള്ളത് യുയുത്സവഃ, ആഘോഷിക്കാനാണ്. മാമക, എൻ്റെ ആൾക്കാരും, പാണ്ഡവ, പാണ്ഡവന്മാർ എന്ന് വെച്ചാൽ വേറെ ആൾക്കാരാന്നർത്ഥം. ബന്ധം അവിടെ തന്നെ വിച്ഛേദിക്കുന്ന ആളാണ് ധൃതരാഷ്ട്രം എന്ന് വ്യക്തമായി. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മം കുരു സമവേദ യുയുത്സവഃ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അവിടെ എന്താ നടക്കുന്നത് സഞ്ജയ? ഭഗവത്ഗീത ഒറ്റ ഒരു 5 മിനിറ്റിനുള്ളിൽ തീർക്കണമെങ്കിൽ, അല്ലെങ്കിൽ 2 മിനിറ്റിൽ തീർക്കണമെങ്കിൽ ആദ്യം ഇത് വായിക്കുക. ഉടനെ 18ാമത്തെ അധ്യായത്തില്, കാരണം സഞ്ജയനോട് ധൃതരാഷ്ട്രം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമല്ലോ. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാണ്ടിരിക്കാൻ പറ്റും. അപ്പൊ നേരെ പോവുക 18ാമത്തെ അധ്യായത്തില് 78ാമത്തെ ശ്ലോകം. ഭഗവത്ഗീത കഴിഞ്ഞു. ആർക്കെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം ബസ് കയറുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയിട്ട് 2 പ്രദക്ഷിണം ഓടി പ്രദക്ഷിണം വെച്ചിട്ട് കയറാറില്ല. അതുപോലെയൊക്കെ ഭഗവത്ഗീത പഠിക്കണം തോന്നി എന്ത് ചെയ്താൽ മതി? ഒട്ടനെ 1ാമത്തെ ശ്ലോകം ചെല്ലുക, അവസാനത്തെ ശ്ലോകം ചെല്ലുക. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ ഹിതിർ മതിർ മമഃ. തീർന്നു ഭഗവത്ഗീത. എവിടെയൊക്കെ എന്താണ് ചോദിച്ചത് സഞ്ജയനോട്? അവിടെ എന്താ നടക്കണേന്ന് സഞ്ജയൻ ഉത്തരം പറഞ്ഞു. എന്താ നടക്കണത്? എത്ര യോഗേശ്വര കൃഷ്ണോ, യോഗ ഈശ്വരനായ കൃഷ്ണൻ. ഏതാ യോഗം? ഞാൻ ഇത്രയും പറഞ്ഞ 18 അധ്യായം കൂടി ചേർന്ന അത് യോഗായി. അതാണ് യോഗം. ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു യോഗം. അത് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധിയിലെത്തുമ്പോൾ മോക്ഷം പെർമനന്റ് ആയിട്ട് കിട്ടുമ്പോൾ. അല്ലാണ്ട് 10 മിനിറ്റ് യോഗ ചെയ്യുമ്പോൾ മോക്ഷം, അത് കഴിഞ്ഞാൽ ദുരവസ്ഥയല്ല. 24 മണിക്കൂറും 7 ദിവസവും സുഖമായിട്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളില്. അതുകൊണ്ട് എൻ്റെ ഗുരു സ്വാമി രാമയുടെ മെഡിറ്റേഷൻ, ഹിമാലയൻ മെഡിറ്റേഷൻ ട്രഡീഷനിൽ പറയുന്നത് യോഗ ഇൻ ആക്ഷൻ എന്നാണ്. നമ്മൾ ചെയ്യുന്ന പണിയിൽ യോഗ ചെയ്യുക, അല്ലാണ്ട് യോഗ സെപ്പറേറ്റും പണി വേറെയാവരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ യോഗം ഉണ്ടാവും. ആ യോഗം എത്ര യോഗേശ്വര കൃഷ്ണോ, എൻ്റെ ആത്മാവ്, കൃഷ്ണനാവുന്ന ആത്മാവ്, എത്ര പാർത്ഥോധനുർധരഃ, എൻ്റെ കർമ്മം ആവുന്ന അർജുനനില് ആത്മീയമായിട്ട് എൻ്റെ കർമ്മം മാറുമ്പോൾ തത്ര ശ്രീ, അവിടെ എനിക്ക് ശ്രീ ഉണ്ടാവും, പ്രോസ്പെരിറ്റി ഉണ്ടാവും, വിജയോ, വിജയേട്ടൻ ഉണ്ടാവും. പിന്നെ ഭൂതി, അതാണ് എൻ്റെ ലോകം, ധ്രുവ നീതിർ മതിർ മമഃ. അത് നമുക്കുണ്ടാവാൻ ഏറ്റവും നല്ല മാർഗം ഇത് കൂട്ടിച്ചേരുക എന്നുള്ളതാണ്. അതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? അതാണ് മമഹ, എൻ്റെ അഭിപ്രായം എന്നാണ്. ഈ നടന്ന സംഭവങ്ങളൊന്നും അല്ല പറയണത്, എൻ്റെ ഇന്റർപ്രിട്ടേഷൻ അങ്ങനെയാണെന്നാണ് ആര് പറയുന്നത്? സഞ്ജയൻ പറയുന്നത്. ഇതാണ് ഭഗവത്ഗീത. 2 ശ്ലോകം.
ഇനി എന്താണ് ഭഗവത്ഗീത? ദുഃഖമില്ലാണ്ട് കർമ്മങ്ങൾ ചെയ്യാന്നുള്ളത്. എവിടെയാ ശ്ലോകം? 2-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയില് ഭഗവാൻ ഭഗവത്ഗീത തുടങ്ങുന്നത് 2-ാമത്തെ അധ്യായത്തിൽ മാത്രമാണ്, ആദ്യത്തെ അധ്യായത്തിൽ ഇല്ല. 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തിലാണ്. എന്താ 11-ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങാൻ കാരണം? 7-ാമത്തെ ശ്ലോകത്തില് അർജുനൻ സറണ്ടർ ചെയ്തു, കാലിൽ വീണു. കാരണം എന്താണ്? കർപ്പണ്യദോഷോപ ഹതസ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേത. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മൂഢത കൊണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. കാരണം എന്താണ്? കാർപ്പണ്യദോഷം. ഈ ദോഷമുള്ളത് കൊണ്ട് എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കാത്തത് കൊണ്ട് യത് ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ, നിങ്ങൾ ചിന്തിച്ചിട്ട് എനിക്കെന്താണ് ശ്രേയമാവുക എന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം, ഞാൻ നിങ്ങളിൽ ശിഷ്യനായി മാറുന്നു എന്ന് പറഞ്ഞ് കാലിൽ വീണപ്പോ അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു അശോച്യാനന്യശോചസ്ത്വം. 11-ാമത്തെ ശ്ലോകം. പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസുംശ നാനുശോചന്തി പണ്ഡിതാഹ. പണ്ഡിതന്മാര് ദുഃഖിക്കാറില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എനിക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ദുഃഖിക്കുന്നതെന്ന്. അതന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു. എനിക്ക് വിവരമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? അശോച്യ, ദുഃഖിക്കാതിരിക്കുക. അന്യശോചസ്ത്വം, എന്തിനാ വെറുതെ ഇങ്ങനെ? പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസുംശ്ച, ചത്തുപോവടാ നീയൊക്കെ നാളെ, പിന്നെന്തിനാ ഈ ദുഃഖിക്കണേ? അടിച്ചങ്ങൾ എല്ലാത്തിനെയും കൊന്നിട്ട് ചത്തോളാൻ പറഞ്ഞു. അതാണ് ക്ഷത്രിയന്മാരുടെ കടമാന്ന്. എന്ത് രസകരമായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി അവസാനം തീർക്കുന്നതോ 18-ാമത്തെ അധ്യായത്തില് 66th ശ്ലോകം, 66-ാമത്തെ ശ്ലോകം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. മോക്ഷം കിട്ടണമെങ്കിൽ, സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സർവധർമാൻ പരിത്യജ്യ, നിന്റെ ധർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുക. എന്താ ധർമ്മം എന്ന് പറഞ്ഞാല്? ഞാൻ, എൻ്റെ ഫാമിലി, ഞാൻ, എൻ്റെ കുടുംബം, ആ ധർമ്മങ്ങൾ ഉപേക്ഷിച്ചോളാൻ. എന്നിട്ട് എന്തെടുക്കണം? വലിയ ധർമ്മം ഏറ്റെടുത്തോളാൻ. മാമേകം ശരണം വ്രജ, എന്നിൽ അർപ്പിക്കാൻ. ആരാ? ഞാൻ, ഭഗവാൻ. ആർക്ക് വേണ്ടി ജീവിക്കുന്ന ആള്? ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആള്. എൻ്റെ ലോകത്തിന് വേണ്ടിയല്ല, നമ്മുടെ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളായിട്ട്. വസുദൈവ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ പറയും നമ്മുടെ ആൾക്കാരെ. ആരെയും നമ്മുടെ ആൾക്കാര്? നമ്മുടെ ഹിന്ദുക്കള്. ഓ, എന്താ വസുദൈവ കുടുംബകം ചിന്ത? എന്നാ പിന്നെ അതിനെന്ത് വസുദൈവ കുടുംബം എന്ന്? ഇതാണ് കൃഷ്ണനെ ഭഗവത്ഗീത ഒക്കെ പഠിപ്പിച്ചാലുള്ള കുഴപ്പം. അദ്ദേഹത്തിന്റെ ചിന്തകളും ഇപ്പൊ പറയുന്ന ജാതി ചിന്തകളും എവിടെയുണ്ടെന്ന് ആലോചിക്കണം. വെറുതെ ജാതി പറയുന്ന ആൾക്കാർ ആരാന്ന് മനസ്സിലായല്ലോ? ആ പാർട്ടീസ്, വെറുതെ ജാതി പറയുന്ന പാർട്ടി എന്നാണ് എന്റെ പേരെന്നെ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നീ കാച്ചി അടിച്ചോളാം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നോക്കണം. ഇങ്ങനെ ഭഗവത്ഗീത പറയാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു 49 മിനിറ്റായി. ഇത് പറയാനാണോ വിജയൻജി വിളിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നിപ്പോ ഇതാ പറയാൻ തോന്നുന്നു. വളരെ വളരെ സന്തോഷം. അതാണ് വേണ്ടത്. നമസ്കാരം. അപ്പൊ ഇവിടെയുണ്ട് ജയന്തി എന്ന് മനസ്സിലായി. അപ്പൊ ഇല്ലാത്ത സ്ഥലമില്ല, എല്ലായിടത്തും ഉണ്ട് ഇയാള്. എന്റെ പിന്നാലെ കൂടിയിരിക്കണ പോലെ. സന്തോഷം. എന്റെ അമ്മയുടെ പ്രായമുള്ള ആളാ. ഇതൊന്നും കണ്ടിട്ട് പറയണ്ട, ഞാൻ ചെറിയ പയ്യനാ. ഇതൊക്കെ ഈ വെക്കുന്നത് കുറച്ച് ബഹുമാനം കിട്ടാൻ വേണ്ടിട്ട്. സന്തോഷം. എന്താണ് മുഷ്ടിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. നമസ്കാരം. എന്താ പറയാ, ഇല്ല, മലയാളത്തില് ഭഗവത്ഗീത ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ. കാരണം നമുക്ക് അത്ര ഫേമസ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് കുറെ രംഗങ്ങളൊന്നും കിട്ടാറില്ല. കിട്ടുന്ന സ്റ്റേജിൽ ആടുക എന്ന് മാത്രം, അത്രല്ലേ പറ്റുള്ളൂ. അല്ല, അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ PhD ചെയ്യുമ്പോൾ ബാംഗ്ലൂരൊക്കെ നടക്കുമ്പോ കോറിഡോറില് പില്ലറിന്റെ മുകളിൽ ഫുള്ള് എഴുതി വെച്ചിട്ടാ പഠിച്ചത്. ഒരു തൂണിന്റെ അടുത്ത് അടുത്ത തൂണെടുത്തുമ്പോഴത്തേക്ക് അടുത്ത ശ്ലോകത്തിന്റെ ആദ്യത്തെ ഭാഗം. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോ നമുക്ക് ഒരു PhD ഒക്കെ ചേരുമ്പോ 3 കൊല്ലം അവിടെ നടക്കണല്ലോ വരാന്തയില്. അപ്പൊ ഓരോ പ്രാവശ്യം നടക്കുമ്പോഴും ഭഗവത്ഗീത ചൊല്ലിക്കൊണ്ടാ നടക്കുക. അങ്ങനെ പഠിച്ചു പോയത്. അതെ അതെ, സന്തോഷം. അവസാനം എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് മുമ്പാ തോന്നിയത് ഒന്ന് ഷെയർ ചെയ്യാലോ. ചിലരൊക്കെ ഉണ്ടാവും കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവര്. യൂട്യൂബിൽ കേൾക്കുന്നവരാണെങ്കിലും ലൈവ് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. സന്തോഷം. എന്റെ ജീവിതത്തിൽ 71 വയസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗീതയെ കുറിച്ച് കേട്ടത്. എല്ലാ ും സ്വർണം എന്തോ ഇതിനെ നോക്കണ്ട, അത്രയ്ക്ക് അധികമായി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇത്രയും വിശദമായി
SPYSS ഒരു അംഗമാകാനും ഇതിനെ ഭാഗമാക്കാനും താങ്കൾക്കും എനിക്കും എന്നെ പോലെയുള്ള സകല പേർക്കും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. 1000 വർഷങ്ങൾ ഇനി അതുപോലെ ഫ്ലുവന്റായിട്ട് പറഞ്ഞിരിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹരിയോം ഹരിയോം. എവിടെയാ സുധാകുറുപ്പ്, എവിടെയാ ഈ സന്തോഷത്തിനും? അഹമ്മദാബാദിലാണ് സെറ്റ് ചെയ്തത്. ഞാൻ തുടങ്ങിയത് അഹമ്മദാബാദിലാണ്, സ്പേസ് അപ്ലിക്കേഷൻ സെന്ററിലാണ് ആദ്യം ചേർന്നത്. അതൊന്ന് ഇതില് ഈ ഒരു 2 മാസമാണേ ഉള്ളൂ ഇവിടെ ഗോപട്ടന്റെ ഇതിലൊന്നും എങ്ങനെയോ വന്നൊരു ലിങ്ക് കിട്ടി വന്നതില്. ഞാൻ വസ്ത്രപൂറിലൊക്കെ ആയിരുന്നു ചുറ്റിയടിച്ച് ഭക്ഷണം കഴിച്ചത്. വസ്ത്രപ്പുറമാണ് ഞാൻ താമസിക്കുന്നത്. എത്ര കണക്ഷനാന്ന് നോക്കൂ. ലോകം എത്ര ചെറുതാന്ന് ആലോചിച്ചു. അയ്യോ കണ്ടുകാണാൻ സാധ്യത ഉണ്ടാവും. പക്ഷെ എനിക്ക് അറിയില്ല, ഈ പറഞ്ഞ പോലെ ഈ വയസ്സൊക്കെ വന്നത് കൊണ്ട് അറിയാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം മാറി. ഇത് നമ്മുടെ ഈ ഗ്രൂപ്പിന് എത്രയോ നല്ലത് ലോകമെമ്പാടും. അയ്യോ ഹരേഷ എന്താ പറയുന്ന അറിയില്ല. വെറുതെ ഡോക്ടർ TPS നടിച്ചിട്ട് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്റെ പേര് ഡോക്ടർ TPS, ടെമ്പറേച്ചർ പ്രഷർ സെക്കൻഡ്, ടോപ്പ് പോലീസ് സർവീസ്, തല്ലിപ്പൊളി ശശികുമാർ, മലയാളത്തിൽ പറഞ്ഞാൽ. ഓക്കെ, അല്ല തിരിച്ചും പറയാം, ഈ തല്ലെന്നെയാണ് അടി. അതുകൊണ്ട് അടിപൊളി ശശികുമാർ എന്ന് പറഞ്ഞാലും മതി. പക്ഷെ TPS ആവണമെങ്കിൽ തല്ലിപ്പൊളി ശശികുമാർ തന്നെ പറയുന്നത്. IAM വന്നിട്ടുണ്ട്. ഹൈദരാബാദിലുള്ള ഒരു നരസിംഹസ്വാമി അട്ടീരയിലുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ എന്തോ ബന്ധമായിട്ട് ഒരു ഫോർമ എനിക്കറിയില്ല, ഇപ്പൊ എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന് വേണ്ടി നമ്മുടെ ഇതിന് വന്നതിനും വളരെ സന്തോഷം. ഇത് കൊണ്ടുവന്ന വിജയണ്ണനും ഇത് ആസൂത്രണം ചെയ്ത ഗോവേണ്ണനും ഞങ്ങളെ പോലെയുള്ള എല്ലാവർക്കും അത്യധികം സന്തോഷം. ഒന്നുമില്ലായ്മ എന്തൊക്കെയോ കിട്ടി ഭഗവത്ഗീതയിൽ. ഹരിയോം. ഡോക്ടർ സാബ് ഹരിയോം. ശ്രീധരൻ. ഞാൻ ആദ്യം ഈ ശ്രീധരൻ എന്ന് കണ്ടപ്പോ എന്റെ സുഹൃത്ത് ഈ ശ്രീധരനാണോ എന്ന് വിചാരിച്ചു. അല്ല, ഞാൻ ഡൽഹിയിൽ ഇരിക്കുന്ന 2 കൊല്ലത്തെ കാലത്ത് എല്ലാ സൺഡേയും കാണാറുള്ള ഒരു വ്യക്തിയാണ് ഈ ശ്രീധരൻ. അപ്പൊ ഞങ്ങളുടെ സത്സംഗിലൊക്കെ സ്ഥിരമായിട്ട് പങ്കുകൊള്ളുന്ന ഒരാളാണ് ഈ ശ്രീധരൻ. ഈ ശ്രീധരനല്ല, ആ ശ്രീധരനല്ല, ഈ ശ്രീധരനാണെന്ന് അല്ലേ? മനസ്സിലായി. ഞാനും എന്റെ ഭാര്യയും ഞങ്ങള് പല ഇങ്ങനെ ആർട്ടിക്കിളും പല യൂട്യൂബ് പ്രോഗ്രാംസ് എല്ലാം ഞങ്ങളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. എവിടെയാ ഞാൻ ബോംബെയില് നവി ബോംബെയില് ഞാൻ അവിടെ വന്നിട്ടുണ്ട്, കുറെ സ്കൂൾസിൽ വന്നിട്ടുണ്ട്. അതെ, വാശിയിൽ വന്നിട്ടുണ്ട് കുറെ സ്കൂൾസിൽ. DAV സ്കൂൾ 3 ഷിഫ്റ്റ് ആയിട്ട് നടക്കുന്ന വലിയ സ്കൂളാണ്. അതെ സർ, ഞാൻ ഇന്ത്യൻ റയർ എർത്ത് എന്ന് പറഞ്ഞൊരു സ്ഥാപനം സാറ് കേട്ടിട്ടുണ്ട്? അറിയാം. അവിടെ ഞങ്ങൾ DGM ആയിട്ട് റിട്ടയർ ചെയ്താണ്. അപ്പം ഞാൻ വിജയൻ സാറുമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ഐ വാസ് റിയലി എൻജോയിങ് ദിസ് SPYS. സന്തോഷം. ഒരു 4-5 മാസേ ആയിട്ടുള്ള ഞാൻ SPYS ചേർന്നിട്ട്. Now ഈ യോഗ has become a routine life for me and I enjoy the spiritual. അവിടെ പഠിപ്പിക്കുന്ന എല്ലാം അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സാർ വന്നിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ സ്പീച്ച് ഇൻ ദ സെൻസ് നോളജ്, ഇമ്പോർട്ടൻറ്റ് നോളജ്. അത് ഞാൻ വലിയൊരു അഡ്വാൻറ്റേജ്, ഒരു ഗെയിൻ ആയിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. അത് ഞാൻ വിചാരിച്ചത് സാറ് ഡോക്ടർ ആ ഫീൽഡിനെ പറ്റിയൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു വിചാരിച്ചത്. ബട്ട് യു ഹവ് കൺഫൈൻഡ് absolutely to the ആധ്യാത്മികമായിട്ട് പലതും എനിക്ക് പഠിക്കാൻ പറ്റി. ഇറ്റ് വാസ് ഇൻഡീഡ് എ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ്. സന്തോഷം. വൈകുന്നേരം എല്ലാ സൺഡേയും വൈകുന്നേരം 7:00 വിജയൻജി ചേരാറുണ്ട്, ജയന്തിജി ചേരാറുണ്ട്. ഒന്ന് വാട്സപ്പ് അയച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോയാൽ കാണാം. എൻ്റെ നമ്പർ 94474374948. 94474374948. അഥവാ മിസ്സായാലും ഡോക്ടർ TPS അടിക്കുക.
DRTPS എന്നടിച്ചാൽ ഇന്റർനെറ്റിൽ എൻ്റെ നമ്പർ കിട്ടും, യൂട്യൂബിൽ കിട്ടും, ഗൂഗിളിൽ പോയിട്ട് ഡോക്ടർ TPS, എൻ്റെ ട്രസ്റ്റിന്റെ പേര് ശിക്ഷ എന്നാണ്, ശിക്ഷ ഹൈദരാബാദ് എന്ന് കാണാം. ശിക്ഷ ഡോക്ടർ TPS എന്നടിച്ചാൽ 3 വീടുകൾ കാണാം. ഒന്ന് ഇരിങ്ങാലക്കുട, ഒന്ന് കണ്ണൂര്, ഒന്ന് ഹൈദരാബാദ്. ഈ 3 സ്ഥലവും ഹെർമിറ്റേജ് പോലെ എൻ്റെ പഴയ 200 വർഷം പഴക്കമുള്ള തറവാട്ടിൽ കുറേ സത്സംഗങ്ങൾ നടക്കാറുണ്ട്. ജ്ഞാനം എന്നാണ് അതിൻ്റെ പേര്. ജ്ഞാനം, ജാനകി നാരായണൻ മെന്ററിംഗ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ജാനകി അമ്മ, അച്ഛൻ നാരായണൻ, രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. ആ ഭാഗത്തുള്ള ഏറ്റവും പഴയ വീട് ഒരു ഹെർമിറ്റേജ് ആക്കി മാറ്റി കുട്ടികൾ വന്ന് കൂടെ താമസിക്കും. പക്ഷെ ഞാൻ ഇപ്പൊ താമസിക്കുന്ന ഹൈദരാബാദിലാണ്. അപ്പൊ ജ്ഞാനത്തിൽ എന്താ നടക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം. അത് യൂട്യൂബിൽ പോയാൽ കാണാം. എൻ്റെ വെബ്സൈറ്റിൽ പോയാൽ എൻ്റെ എല്ലാ ബുക്സും ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന, പഠിക്കാനൊന്നുമില്ല അതിനകത്ത്, നിങ്ങൾക്കൊക്കെ അറിയണതാവും. പക്ഷെ അതൊക്കെ ക്രോഡീകരിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു സീക്വൻസിൽ നിത്യശ്ലോക എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. നിങ്ങൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വിൽക്കുന്ന കാണാം നിത്യശ്ലോക. അതൊക്കെ ഡോക്ടർ TPSന്റെ സമ്പാദനം ആണ്. പക്ഷെ അതിൽ നമുക്ക് പങ്കൊന്നുമില്ല, പലരും പ്രിന്റ് ചെയ്യാറുണ്ട്. ഞാൻ തന്നെ കാശ് കൊടുത്ത് മേടിച്ചതാണ് എൻ്റെ ബുക്കിൽ. കാരണം എൻ്റെ പെർമിഷനൊന്നും ആവശ്യമില്ല, നമുക്കെല്ലാം ഭഗവാന്റെ അല്ലേ. പക്ഷെ ഇതിനകത്ത് കാണാം സമ്പാദകൻ ഡോക്ടർ TPS. അപ്പോൾ അതിന് സീക്വൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിത്യശ്ലോക എന്ന് പറഞ്ഞിട്ട്. ആ നിത്യശ്ലോക നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെയൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇതേ സാധനം ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളതും അവൈലബിൾ ആണ്. അതൊക്കെ PDF അവൈലബിൾ ആണ്. ഒരു വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ PDF അയച്ചു തരാം. എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ പോയാൽ drtps-shiksha.in. എൻ്റെ യൂട്യൂബിലൊക്കെ ഈ വെബ്സൈറ്റും നമ്പറും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പോവുക, ഒന്ന് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് ബുക്ക് എടുക്കാം. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. കുറേ പോയട്രീസ് ഉണ്ട്. റിതം ഓഫ് ലൈഫ് എന്ന് പറയുന്നത് 100 പോയംസ് ആണ്. വേറെ ഒന്ന് ലൈഫ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇതൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരം പുസ്തകങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്, പ്രിന്റ് ചെയ്തത് ഹൈദരാബാദിൽ വന്നാൽ. So nice of you, Dr. Zaf. I thoroughly enjoyed your interaction. വളരെ നന്നായി. സന്തോഷം. ഇപ്പൊ കാണാം, ഇടയ്ക്കിടയ്ക്ക് കാണാം. താങ്ക്സ്. ഓക്കേ, ഗോപണ്ണൻ ഒന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു. അറിയോ, ഇത്രയും നേരം 1 മണിക്കൂർ നമുക്ക് നല്ല രീതിയിൽ ഭഗവത്ഗീത ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബേർഡ്സ് ഐ വ്യൂ പറഞ്ഞ നമ്മുടെ ഡോക്ടർ TPSന് വലിയൊരു നന്ദി. നമ്മുടെ സഭ്യപരമായും നമ്മുടെ ഓരോരുത്തർ ഇവിടുത്തെ യോഗ ബന്ധുക്കളുടെ പരമായും നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇവിടെ നമുക്ക് ഡോക്ടർ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വിജയേട്ടനും വളരെ വലിയൊരു നന്ദി. ഇന്ന് ഇവിടെ നമ്മുടെ ഭൗതിക് പൂർണ്ണമാകുന്നു. ഇതേപോലത്തെ ഭൗതിക് ആഴ്ചയും കാണാം. അതുവരെ എല്ലാവർക്കും നല്ല ആഴ്ച ആശംസിക്കുന്നു. അറിയും വിജയൻജി, വളരെ വളരെ സന്തോഷം, നന്ദി. കാരണം നമുക്കൊക്കെ ഒരു ഓഡിയൻസ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോഴേ നമ്മൾ ചിന്തിച്ചിട്ട് വ്യത്യസ്തമായിട്ട് പറഞ്ഞു. ഇതുപോലെ ഭഗവത്ഗീത ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് സെഷൻസ് സാറിനടുത്ത് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഇൻ ഫ്യൂച്ചർ വി എക്സ്പെക്ട്. നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. കുറെ ഡിസ്കഷൻസ് കാണാം. നന്നായിട്ട് ചിരിക്കുന്ന, ഇപ്പൊ സോനിയൊക്കെ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, വാസുദേവൻ നായർ ചിരിക്കുന്നുണ്ട്, ശ്രീകുമാർ ചിരിക്കുന്നുണ്ട്. മാച്ച് തുടങ്ങാണ് സെക്കൻഡിന്. അപ്പോ നമ്മള് അതിനുശേഷം നമ്മൾ കുറച്ച് ഒരു 1-2 സെഷൻ വെക്കാൻ പ്ലാൻ ഉണ്ട്. സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഒരു ദയവിന് വിജയൻജിയോടും SPYSSനോടും വളരെ വളരെ കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. പ്രണാമം.